ഒരു പരിസരത്ത് കൂടി ടി വി പ്രസാദ് നമുക്ക് അന്വേഷണം നടത്താവുന്നതാണ്. റോഷി, ഇപ്പോൾ ഈ കുഞ്ഞ് ഒരു പക്ഷേ ഈ കൗതുകം ഉണ്ടാവുമല്ലോ, 13 വയസ്സുകാരിയാണ്. പക്ഷേ കൗതുകമൊക്കെ ഉണ്ടാവാനുള്ള ഒരു ഊർജ്ജവും ഒന്നും ആ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും ആ പരിസരത്ത് ഈ ഇഡ്ഡലി കടകളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഈ റെയിൽവേ നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഭാഗത്ത് ഈ കുഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. ഒന്ന്. രണ്ടാമത് ഈ കുഞ്ഞ് ഈ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോകാനുള്ള സാധ്യതയുണ്ടോ? പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. കാര്യം കുട്ടി അങ്ങനെ ക്ഷേത്ര പരിസരത്ത് പോയി ശീലിച്ച് കുട്ടിയൊന്നും ആവാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ ഇഡ്ഡലി വിൽക്കുന്ന കടകളൊക്കെ ഉള്ളൊരു ഭാഗമുണ്ടല്ലോ, ആ പരിസരത്ത് എവിടെയെങ്കിലും പോയി കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിക്കണം. മാത്രമല്ല ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കയറ്റിവിടത്തുമില്ല. ആ ഭാഗത്ത് പിന്നെ കുഞ്ഞിന് പോകാനും കഴിയില്ല. ടിക്കറ്റ് കൗണ്ടർ ഓപ്പണായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ കുഞ്ഞ് എന്തായാലും ആ ക്യൂവിൽ നിൽക്കാനുള്ള സാധ്യതയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഇഡ്ഡലിക്കട ആ ഭാഗത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. ഒപ്പം ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് പിന്നീടുള്ളത്. പക്ഷേ അവിടെയും കുഞ്ഞിന് പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ പരിചരിച്ചൊരു കുട്ടിയാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അവിടെയും കൂടി നമുക്കൊന്ന് അന്വേഷിക്കാം. ആ ഇഡ്ഡലി കിട്ടുന്ന ഭക്ഷണം, കാര്യം കുഞ്ഞിൻ്റെ കയ്യിൽ ആകെയുള്ള കുറച്ച് പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവിടെ കൂടി തെരച്ചിലൊന്ന് നടത്തിക്കോളൂ. റോഷിപാൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ബീച്ചിൻ്റെ ഭാഗത്ത് വിവേകാനന്ദ പാറയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പരിസരത്താണ്. മറുഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഞങ്ങളുടെ പ്രതിനിധി ടി വി പ്രസാദും വാർത്താസംഘവും തത്സമയം തെരച്ചിൽ തുടരുന്നുണ്ട്. പോലീസ് സംഘത്തിനോടൊപ്പം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒപ്പം നമ്മൾ അന്വേഷിക്കുന്ന റിപ്പോർട്ടിൻ്റെ വാർത്താസംഘം തന്നെ നേരിട്ട് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ കയ്യിലാകെയുള്ളത് ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിൽ വെച്ച് കൂടെ യാത്ര ചെയ്തിരുന്ന സഹയാത്രികയായ ബബിത എടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകരും സ്ക്രീനിൽ കാണുന്നത്. ഈ ദൃശ്യം നമ്മൾ ഫോണിൽ എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടു ഈ കുഞ്ഞിനെ കണ്ടെത്താതായിട്ട്. ഇന്നലെ ഏകദേശം ഈ സമയത്താണ് കുഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോകുന്നത്. ഈ സമയം കുഞ്ഞ് കഴക്കൂട്ടത്തുണ്ട്. ഇന്നലെ 24 മണിക്കൂറുകൾ ആയി, ഒരു ദിവസമാവുന്നു കുഞ്ഞിനെ കാണാതായിട്ട്. ഇന്നലെ കഴക്കൂട്ടത്ത് 9:37 വീട് വിട്ടിറങ്ങുന്നു. 10:34 കുഞ്ഞിനെ AJ മെഡിക്കൽ സെൻ്റർ, അവിടെ പ്രേക്ഷകർക്ക് കാണാം, ചില CCTV ദൃശ്യങ്ങളിൽ കുഞ്ഞിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞ് തമ്പാനൂരിലേക്ക് പോകുന്നു. തമ്പാനൂരിൽ വരെ ബസ്സിലായിരിക്കും കുഞ്ഞ് സ്വാഭാവികമായി സഞ്ചരിച്ചത്. കാര്യം കുഞ്ഞിൻ്റെ കയ്യിലൊരു ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ബബിത നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ് എടുക്കാതെ തന്നെ കുഞ്ഞ് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്സിൽ യാത്ര തുടർന്നു. അവിടെ പാറശാല വരെയും കുഞ്ഞിനെ കണ്ടു എന്ന് നവ്യ നമ്മളോട് ഈ അല്പസമയം മുമ്പ് പറഞ്ഞു. നെയ്യാറ്റിൻകര വരെ കണ്ടുവെന്ന് ബബിതയും നമ്മൾക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ എത്തിയതിന് ശേഷം വൈകുന്നേരം എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ആ CCTV ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. കന്യാകുമാരിയിൽ ഇന്ന് പുലർച്ചെ 5:30 അവസാനം ഈ കുഞ്ഞിനെ കണ്ടത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം സമീപ പ്രദേശങ്ങളിലേക്ക് പോലീസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സുനിഷ അയ്യല്ലൂർ കുഞ്ഞിനെ കാണാതായ കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി സുനിഷ, ഈ കുഞ്ഞിനെ ഇപ്പോൾ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ ഈ സമയം സുനിഷ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളുടെ മോളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അരുൺ, തസ്മീത്ത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ പ്രശ്നം നടക്കുന്നതും വീട് വിട്ട് ഈ പെൺകുട്ടി ഇറങ്ങുന്നതും ഏകദേശം ഈ ഒരു സമയത്താണ്. കാരണം CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ശേഷമുള്ള സമയങ്ങളിലാണ് പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഇത് കാണാൻ കഴിഞ്ഞത് എന്നതാണ്. അതായത് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് എന്നതാണ്. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി ഈ സമയത്ത് ഏകദേശം ഒരു 10:30-ക്കുള്ളിലെങ്കിലും ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്നും ബസ്സിൽ കയറിയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. കാരണം AJ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയുള്ള ഇടത്തെ CCTV ആണ് അവസാനമായി കാണുന്നത്. അവിടെ വെച്ച് ഈ ബസ്സിൽ, അതായത് തമ്പാനൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകുമെന്നത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. എങ്കിൽ പോലും 12:15 ഈ പറയുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ, അതായത് പെൺകുട്ടി 10:30-ക്കുള്ളിലെങ്കിലും ഇവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 11:15 ഈ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. എങ്കിൽ പോലും 12:15 വരെ, 12:15 ഈ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൻ്റെ സമയം, അത് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്ന സമയം എന്ന് പറയുന്നത് ആ 1.5 മണിക്കൂർ അല്ലെങ്കിൽ ആ 1 മണിക്കൂർ കുഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തമ്പാനൂരിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ആ പെൺകുട്ടി ഇരുന്നിട്ടുണ്ടാവാം. അതിനുശേഷമായിരിക്കാം ഈ കന്യാകുമാരി ട്രെയിനിലേക്ക്, ഈ 12:15 എത്തുന്ന ഈ കന്യാകുമാരി ട്രെയിനിലേക്ക് എത്തുന്നത്. ശേഷം ഒരു 5ഓളം സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഈ കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അത് ഏകദേശം 1.5 മണിക്കൂറോളം വൈകിയാണ് കഴിഞ്ഞ ദിവസം ട്രെയിൻ ഓടിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 2
2:50 എത്തേണ്ട ട്രെയിൻ 3:30 ശേഷമാണ് 3:30 കഴിഞ്ഞതിന് ശേഷമാണ് കന്യാകുമാരിയിൽ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവിടെയുള്ള കുറേ സമയം അതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. കാരണം അതിനുശേഷം ഏകദേശം ഒരു 4 മണിക്ക് തിരിച്ചൊരു ട്രെയിൻ ഉണ്ടായിരുന്നു എന്നും വൈകുന്നേരം രാത്രിയോടുകൂടി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാണ്. അതിലേതായാലും ഇല്ല എന്ന് ഇപ്പോൾ തന്നെ സ്ഥിരീകരണം ഏകദേശമായിരിക്കുന്നു. കാരണം രാവിലെ പെൺകുട്ടി അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ പെൺകുട്ടി ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്നത് തന്നെയാണ് നിഗമനം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലുള്ള കന്യാകുമാരിയിലെ തിരച്ചിൽ ഊർജിതമാക്കുന്നു. അവിടെ നിന്നും ഏതായാലും കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെയുള്ളൊരു അന്വേഷണം, അതായത് ഈ വൈഡായി ഒരു പക്ഷേ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇനി പരിശോധന നടത്തേണ്ട ഒരു ആ രീതിയിലേക്കല്ല, കൂടുതലായും കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെ മതി എന്നൊരു രീതിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് കുടുംബവും പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ ഏതായാലും ഈ പറഞ്ഞതുപോലെ 24 മണിക്കൂർ പിന്നിടുകയാണ് അരുൺ. കഴിഞ്ഞ ദിവസം ഇതേ സമയത്തായിരിക്കാം ഒരുപക്ഷെ പെൺകുട്ടി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നതാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ ഇതിൻ്റെ ഭാഗത്തൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ കുഞ്ഞ് ഈ കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് രാവിലെ വരെ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്.